ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കമീറ ആണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇതിൻ്റെ പുറമേ ഭാഗമൊക്കെ നല്ല ക്രഞ്ചിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ മുൻപ് ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡോ തന്നെ ഇതിനും വരുന്നത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു 30 എണ്ണം ഉണ്ടാക്കാനുള്ള അളവിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെ അളവ് കുറച്ചെടുത്തോളാം കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത സമയത്ത് കുറച്ച് കുറവായിരുന്നു കേട്ടോ മധുരം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഡോയിൽ കുറച്ച് മധുരം ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെ തരിയുള്ള ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഈ പൊടിയിലോട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ പാലിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഡോ കുറച്ച് നമുക്ക് ലൂസായിട്ട് വേണം കിട്ടാൻ. ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിലായി പോകരുത്. നമ്മൾ പിസ്സയുടെ ഒക്കെ ഡോ ഉണ്ടാക്കൂലേ, ആ ഒരു പാകത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് തടവിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഞാനൊന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു കവറ് വെച്ച് അടച്ചു വെച്ച് ഒന്ന് ചൂടുള്ള സ്ഥലത്ത് വെക്കാം, ഒന്ന് ഫെർമെൻ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിനുള്ള ഒരു മിക്സിങ് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ് ഫില്ലിങ്. അപ്പോൾ ഇത് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 450 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സമയമില്ലെങ്കിൽ വെക്കണ്ട കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ അതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാള ചേർത്തത് സ്ക്വയറായിട്ട് പീസാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതേപോലെ മുമ്പൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെയുള്ളൊരു ചിക്കൻ റോളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്ക് ചെയ്യാം. ആ ഒരു ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറുതായിട്ട് സ്ക്വയറായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ, അതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുപോലെ ചേർക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് മുട്ടയുടെ ഫില്ലിങ് മാത്രമായിട്ട് നമ്മൾ പഫ്സിനൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ആക്കിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയും ഞാൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും സോസും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊന്ന് കാലിയാക്കി എടുക്കട്ടെ, എന്നിട്ട് അതിന് ശേഷം അവിടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളല്ലാതെ ഇടുമ്പോൾ ഇതിൻ്റെ മുളകിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇത് എരിവ് വേണ്ടവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് കൊടുക്കാം. ഈ സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഫില്ലിങ് വേണമെങ്കിലും മാറ്റി മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തീന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് പോയി നോക്കാം. മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബണ്ണും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ തീന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എന്നോട് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റെഡിയാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി വെക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം കേട്ടോ. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ചെറിയ ബണ്ണ് പോലെ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിൻ്റെ സൈസ് കൂടി വരും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ടുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് വലുതാക്കിയാൽ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പം ഞാനിത് അവിടെ ഒരു ബണ്ണ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മുക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നേരെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇതൊക്കെ ആദ്യം റെഡിയാക്കി വെച്ച ശേഷം മാത്രം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതായി വരും. അപ്പോൾ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം മാത്രം നമുക്കിത് ഓയിലിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഓയിലിടുമ്പോൾ ഓയിൽ ചെറിയ തീയിൽ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ട് വെച്ചിട്ട് ഓയിൽ അധികം ചൂടാവാതെ തന്നെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂട് കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മാവ് ഈ കുഴച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ ഒന്നും പണിയില്ലാത്ര നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കമേറയുടെ ബണ്ണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ട ഉള്ളിൽ ഭാഗം നല്ല സോഫ്റ്റാണ്, പുറമേ ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഓരോ ബണ്ണും കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.